ഏകാഗ്രതയ്ക്ക് ഭംഗം നേരിട്ടു. എല്ലാം മറന്നുപോയ ഒരു മുഹൂർത്തം. വൈനിതയുടെ പൊട്ടിച്ചിരി കേട്ട് പാഴൂർ ഇല്ലത്തിലെ കനത്ത പലകഭിത്തികൾ പോലും കിടുങ്ങി. അകത്തെ മുറിയിൽ മയങ്ങിയുറങ്ങുകയായിരുന്ന ദേവമ്മ നടുങ്ങിപ്പിടഞ്ഞെണീറ്റു. നല്ല ഉറക്കത്തിലായിരുന്ന താത്രിക്കുട്ടിയും ഉണർന്നുപോയി. പിന്നിലടുക്കുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പുക്കുട്ടൻ ഓടുകയായിരുന്നു. അവന്റെ കാലുകൾക്ക് യന്ത്രത്തിന്റെ വേഗതയായിരുന്നു. കാറ്റിന്റെ ശക്തിയിൽ വട്ടം കറങ്ങിയ ഒരു മലച്ചില്ല തായ്തടിയിൽ നിന്നറ്റു. ചാത്തൻകാട് മുഴുവൻ കിടിലം കൊള്ളുന്നൊരു ശബ്ദം. ആ മരച്ചില്ലയുടെ അടിയിൽപ്പെടാതെ വഴുതി മാറിയ അപ്പുക്കുട്ടന്റെ മുന്നിൽ മറ്റൊരു ദുരന്തം വഴി വിലങ്ങിക്കിടക്കുന്നു. വളഞ്ഞു പുളഞ്ഞ് ഒരു ഉണക്കക്കൊമ്പ്. വൈനിതയുടെ ഒടിവിദ്യയിൽ ഉണക്കക്കൊമ്പായി മാറിയ വിഷം മുറ്റിയ ഒരു സർപ്പമായിരുന്നു അതെന്ന് അപ്പുക്കുട്ടൻ അറിഞ്ഞില്ല.